ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റാൻഡേർഡ് 10th കെമിസ്ട്രി അതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും അതുപോലെ റീഡിങ്ങിനായി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പോർഷനിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ആശയങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകളുടെ പ്രത്യേകതകൾ, അതുപോലെ ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോസ് ലോ, 3 വാതക നിയമങ്ങൾ, റിലേറ്റീവ് അറ്റോമിക് മാസ്, അവഗാഡ്രോ നമ്പർ, മോൾ കൺസെപ്റ്റ്, ഈ പോയിൻറ്റ്സ് എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് 3 ഗ്യാസ് ലോസ്, 3 വാതക നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. അത് പഠിക്കുന്നതിന് മുൻപ് ഈ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. വാതകങ്ങളെക്കുറിച്ച്, ഗ്യാസസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് നോക്കാം. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായ അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓരോ മോളിക്യൂൾസിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗറിൽ സ്മോൾ സർക്കിൾസ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ സർക്കിൾസും ഓരോ മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് മോളിക്യൂൾസ് ഓരോ ഗ്യാസിലും ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. When compared to the total volume of a gas, the real volume of molecules is very less. വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. അതായത് ഈ സ്മോൾ സർക്കിൾസ് ആയിട്ട് നമ്മൾ കാണുന്ന മോളിക്യൂൾസിനെ എല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ വളരെ കുറച്ച് സ്പേസേ അതിനാവശ്യമുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ദേ ആർ സ്പ്രെഡ്, അവർ വളരെ സ്പ്രെഡ് ചെയ്താണ് കിടക്കുന്നത് ആ സ്പേസിൽ. അതുകൊണ്ടാണ് അവരുടെ വോളിയം അത്രയും സ്പേസ് അവർ ഓക്യുപ്പൈ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ദ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡിറക്ഷൻസ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ വെരി വൈബ്രൻറ്റ്. ഈ മോളിക്യൂൾസ് എല്ലാം എപ്പോഴും വളരെ എനർജറ്റിക് ആണ്. അങ്ങനെ നമുക്ക് ഊഹിക്കാം. ദേ ആർ മൂവിങ് വെരി ഫാസ്റ്റ് ഇൻ ദാറ്റ് സ്പേസ്. ആ സ്പേസിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഗ്യാസിനെ പറ്റി മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. ഇനി മറ്റ് ചില പോയിന്റ്സ് നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദ റാൻഡം മോഷൻ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ദിസ് കൊളീഷൻ വിത്ത് ദ വാൾസ് അക്കൗണ്ട് ഫോർ ദ പ്രഷർ ഓഫ് എ ഗ്യാസ്. വാതകത്തിലെ തന്മാത്രകൾ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. അതുപോലെ ഈ മോളിക്യൂൾസ് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ഈ ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത്, ആ കണ്ടെയ്നറിൻ്റെ ഭിത്തികളിലും ചെന്നിടിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ദേ ആർ മൂവിങ് വെരി ഫാസ്റ്റ് ആൻഡ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓൾസോ ആൻഡ് ദിസ് വിൽ പ്രൊഡ്യൂസ് എ പ്രഷർ. അല്ലേ, ഇത് കാരണം ഒരു മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് വായിക്കാം. ആസ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നേച്ചർ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവം ഉള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. മോളിക്യൂൾസ് ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ദർ ഇസ് നോ ചേഞ്ച് ഫോർ ദെയർ സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്. അവരെങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സോ ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല. അതായത് ഈ മൂവ്മെൻറ്റിൻ്റെ ഇടയിലൊന്നും എന്താ പറയുക, ഒരു തരത്തിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സസും വർക്ക് ചെയ്യുന്നില്ല. ദേ ആർ മൂവിങ് വെരി ഫ്രീലി. ഈ പോയിന്റ്സ് ഒക്കെയാണ് ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ച് ജനറലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. ഈ 3 ഫാക്ടേഴ്സും
തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ 3 ലോസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി വോളിയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം അല്ലേ? അതായത് ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വ്യാപ്തം അഥവാ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ്, സേ ഫോർ എക്സാമ്പിൾ നമ്മൾ വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചാൽ ആ വെള്ളം എന്തുമാത്രം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അതാണ് വോളിയം. ഇനി ആ പാത്രത്തിൽ നിറച്ചും വെള്ളം ഒഴിച്ചു വെച്ചാൽ എന്തുമാത്രം വെള്ളം അതിൽ കൊള്ളുവോ അതാണ് ആ പാത്രത്തിൻ്റെ വോളിയം. ഇതാണ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം. ഇനി എന്താണ് വോളിയം ഓഫ് എ ഗ്യാസ്? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് സെയിം ആസ് ദ വോളിയം ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ഏത് പാത്രത്തിലാണോ ആ വാതകം ഇരിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്പേസും ഓക്യുപ്പൈ ചെയ്യാൻ ആ ഗ്യാസ് മോളിക്യൂൾസിന് സാധിക്കും. ദേ ആർ ഫ്രീ, വെരി ഫ്രീ ടു മൂവ്. അതായത് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്പേസിലോട്ടും ഈ ഗ്യാസ് മോളിക്യൂൾസ് സ്പ്രെഡായി കിടക്കും. ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് വോളിയം ഓഫ് എ ഗ്യാസ് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് പ്രഷർ എന്താണ് എന്ന് നോക്കാം. പ്രഷർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻ യൂണിറ്റ് ഏരിയ അല്ലേ? ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയയാണ് പ്രഷർ. നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ദേ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. കണ്ടെയ്നറിൻ്റെ ഭിത്തികളിലും പോയി ഇടിക്കുന്നുണ്ട്. ഈ കൊളീഷൻ കാരണം, ഈ കൂട്ടിയിടി കാരണം ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതാണ് പ്രഷർ ബൈ എ ഗ്യാസ്, അല്ലെങ്കിൽ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം അല്ലേ? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസ് കുറച്ച് സ്പേസിൽ ഓക്യുപ്പൈ ചെയ്തിരുന്നാൽ അവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. കൂട്ടിയിടിയും അതുപോലെ വാൾസിൽ ചെന്നുള്ള ഇടിയും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പ്രഷർ കൂടുന്നത്. ഇനി നേരെ തിരിച്ച് കുറച്ച് മോളിക്യൂൾസ് കൂടുതൽ സ്പേസിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പ്രഷർ കുറയും. ഇനി നമുക്ക് ടെമ്പറേച്ചർ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതാണ് ഡെഫിനിഷൻ. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം വളരെ റാപ്പിഡായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ റാപ്പിഡ് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എനർജി അതാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം. ഒരു ഗ്യാസിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ ആ ഗ്യാസിലെ മോളിക്യൂൾസ് എല്ലാം ചൂടാകുന്നുണ്ട്. അങ്ങനെ ചൂടാകുമ്പോൾ അവരുടെ കൈനറ്റിക് എനർജി കൂടും. ഇതാണ് ടെമ്പറേച്ചറിന് ഗ്യാസ് മോളിക്യൂൾസിലുള്ള ഒരു ഇൻഫ്ലുവൻസ്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഗ്യാസിൻ്റെ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഇത് മൂന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ലോസ് പഠിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന 3 നിയമങ്ങളാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. ആദ്യം നമുക്ക് ബോയിൽസ് ലോ എന്താണെന്ന് നോക്കാം. ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബോയിൽസ് ലോ. ഈ ഫിഗറിൽ, ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വെസലുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗ്യാസ് മോളിക്യൂൾസ്. ദേ ആർ വെരി ഫ്രീ ടു മൂവ് ആൻഡ് ദേ ആർ മൂവിങ് റാപ്പിഡ്ലി. വളരെ സ്പീഡിൽ അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കാം. അതായത് ആദ്യത്തെ ഫിഗറിലുള്ള പിസ്റ്റൺ ഞാൻ താഴേക്ക് കുറച്ച് നീക്കുന്നു. അപ്പോൾ ഇത്രയും തന്നെ ഗ്യാസ് മോളിക്യൂൾസിനെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. സെയിം നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആർ ഓക്യുപ്പൈഡ് ഇൻ എ സ്മോളർ സ്പേസ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറിൽ 5 ഗ്യാസ് മോളിക്യൂൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള ഫിഗറും
ഈ 5 ഗ്യാസ് മോളിക്യൂൾസ് തന്നെയാണ്, പക്ഷേ ഈ 5 ഗ്യാസ് മോളിക്യൂൾസും കുറഞ്ഞ സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ റാപ്പിഡ് മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസും അതുപോലെ വോൾസിൽ കൂട്ടിയിടിക്കാനുള്ള ചാൻസും വളരെ കൂടും. ചാൻസ് ഓഫ് കൊളൈഡിങ് വിത്ത് അതർ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് ചാൻസ് ഓഫ് കൊളൈഡിങ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഇൻക്രീസസ് അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ കൊളീഷൻ കാരണമാണ് പ്രഷർ ഉണ്ടാകുന്നത്. അത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. ദാറ്റ് മീൻസ് പ്രഷർ ഇൻക്രീസസ്. അതായത് ടെമ്പറേച്ചറിൽ ഡിഫറൻസ് ഒന്നും വരുത്താതെ വോളിയം കുറച്ചപ്പോൾ പ്രഷർ കൂടി. ഇതാണ് ബോയിൽസ് ലോ. പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയുന്നു, പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. നേരെ തിരിച്ചു പറഞ്ഞാൽ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടുന്നു, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഇനി നമുക്ക് ബോയിൽസ് ലോയുടെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് വായിക്കാം. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഇഫ് P ഈസ് ദ പ്രഷർ ആൻഡ് V ഈസ് ദ വോളിയം then P into V is a constant. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ P ഗുണനം V ഒരു സ്ഥിരസംഖ്യയായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പ്രഷർ എന്ന് പറയുന്നത് 4 പാസ്കൽ. PA എന്നുദ്ദേശിച്ചത് പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ. പ്രഷർ 4 പാസ്കലും വോളിയം 10 ക്യൂബിക് മീറ്ററും ആണെന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ P ഇൻറ്റു V എത്ര വരും? 4 ഇൻറ്റു 10 40 അല്ലേ? P ഇൻറ്റു V 40 എന്ന് കിട്ടി. ഇനി ഞാൻ പ്രഷർ കുറയ്ക്കുകയാണ്. പ്രഷറിൻ്റെ വാല്യൂ 2 ആക്കി. അപ്പോഴും P ഇൻറ്റു V 40 ആയിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയായിരിക്കും? 2ൻ്റെ കൂടെ എന്ത് ഗുണിക്കണം? 2 ഇൻറ്റു 20. 2 ഇൻറ്റു 20 ആണ് 40. ഇതാണ് P ഇൻറ്റു V കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതിൻ്റെ മീനിങ്. ഇവിടെ പ്രഷറിൻ്റെ വാല്യൂ 4ൽ നിന്ന് 2ലേക്ക്, അതായത് കുറഞ്ഞു, 4ൽ നിന്ന് 2ലേക്ക് വന്നു. അപ്പോൾ വോളിയത്തിൻ്റെ വാല്യൂ 10ൽ നിന്ന് 20ലേക്ക് കയറി. അതായത് പ്രഷർ കുറഞ്ഞപ്പോൾ വോളിയം കൂടി. ഇപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബോയിൽസ് ലോയിൽ P1V1 ഈസ് ഈക്വൽ ടു P2V2 എന്ന് എഴുതുന്നത്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The size of the air bubbles rising from the bottom of an aquarium increases. Can you explain the reason? ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതിൻ്റെ കാരണം എന്തെന്ന് വിശദീകരിക്കുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ബോയിൽസ് ലോ ആണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ വരുന്നത്. അതായത് അക്വേറിയത്തിൻ്റെ അടിയിൽ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് ഒരുപാട് വെള്ളമുണ്ട് അല്ലേ? അടിയിലുള്ളൊരു പോർഷനിൽ നമ്മൾ കൈ വെച്ചാൽ നമുക്ക് മനസ്സിലാവും മുകളിലുള്ള വെള്ളത്തിൻ്റെ ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈഡായി വരുന്നുണ്ട്. അതായത് അക്വേറിയത്തിൻ്റെ അടിയിലാണ് പ്രഷർ കൂടുതൽ. മുകളിലോട്ട് വരുന്തോറും പ്രഷർ കുറഞ്ഞു വരുന്നു. ഇനി എയർ ബബിൾസിന് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത് കയറി വരുന്ന എയർ ബബിളിന് ആ എയർ ബബിളിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിന് കൂടുതൽ പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ ദേ ക്യാൻ ഓക്യുപ്പൈ ഓൺലി എ സ്മോൾ വോളിയം. അവരവിടുന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഉയർന്നു വരുന്നു. അപ്പോൾ പ്രഷർ കുറയുന്നതിനനുസരിച്ച് വോളിയം കൂടി വരുന്നു. അങ്ങനെയാണ് മുകളിലേക്ക് ഉയരുന്തോറും ഈ എയർ ബബിൾസിൻ്റെ വലിപ്പം കൂടി വരുന്നത്. എക്സ്പ്ലനേഷൻ ഇത്രയും സിമ്പിളാണ്. ഇനി നമുക്ക് ചാൾസ് ലോ എന്താണെന്ന് പഠിക്കാം. ചാൾസ് ലോ എന്ന് പറയുന്നത് ഒരു ഗ്യാസിൻ്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 വെസൽസിൽ ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് 2 വെസൽസിലും ഒരുപോലെയാണ്. അതുപോലെ മുകളിലുള്ള പിസ്റ്റൺ ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്, അതായത് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി 2 വെസൽസും നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഫസ്റ്റ് വെസലിൽ കൊടുക്കുന്ന ടെമ്പറേച്ചർ T1ഉം സെക്കൻഡ് വെസലിലോട്ട് കൊടുക്കുന്ന ടെമ്പറേച്ചർ T2ഉമാണ്. ആൻഡ് T2 ഈസ് ഗ്രേറ്റർ ദാൻ
T1. അവിടെ തെർമോമീറ്ററിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ കണ്ടാൽ മനസ്സിലാവും T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. ഗ്യാസ് മോളിക്യൂൾസ് ഹീറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുന്നു എന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ സ്പീഡിൽ, കൂടുതൽ റാപ്പിഡായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ദേ നീഡ് മോർ സ്പേസ്. അവർക്ക് കൂടുതൽ സ്പേസ് ആവശ്യമായിട്ട് വരും. ബട്ട് പ്രഷർ ഈസ് ഓൾവേസ് കെപ്റ്റ് കോൺസ്റ്റൻ്റ്. അല്ലേ, ഈ രണ്ട് വെസൽസിലെയും പ്രഷർ ഒരുപോലെ നിൽക്കണം. ദാറ്റ് പിസ്റ്റൺ ഈസ് ഫ്രീ ടു മൂവ്. അതുകൊണ്ട് കൂടുതൽ ചൂട് ഏത് വെസലിനാണോ കിട്ടുന്നത് ആ വെസലിലെ പിസ്റ്റൺ മുകളിലേക്ക് കൂടുതലായിട്ട് ഉയരും. ഈ ഫിഗറിൽ സെക്കൻഡ് വെസലിനാണ് കൂടുതൽ ഹീറ്റ് എനർജി കിട്ടുന്നത്. ദാറ്റ് മീൻസ് the air molecules or gas molecules in the second vessel need more space to occupy. So the piston will move more. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞെടുത്ത് വോളിയം കുറച്ച് മതി. ഇതാണ് ചാൾസ് ലോ. ഇതിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് നമുക്ക് വായിക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ the volume of a definite mass of a gas is directly proportional to the temperature in Kelvin scale. If V is the volume and T is the temperature, then V by T will be a constant. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V by T ഒരു സ്ഥിരസംഖ്യയായിരിക്കും. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. നേരെ തിരിച്ചു പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. ഇതാണ് ചാൾസ് ലോ. എയർ നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടിപ്പോവും. നമ്മളത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ചാൾസ് ലോ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. വെയിലത്ത് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ബലൂൺ ചൂടാവുന്നു. ബലൂൺ ചൂടാവുമ്പോൾ അതിനുള്ളിലുള്ള എയർ മോളിക്യൂൾസ് കൂടുതൽ വൈബ്രൻ്റ് ആയിട്ട് മൂവ് ചെയ്യും. സോ ദേ നീഡ് മോർ സ്പേസ്. അങ്ങനെ ബലൂൺ തന്നെ അവിടെ ഇരുന്ന് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തൊരു ലിമിറ്റ് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. അങ്ങനെ ചാൾസ് ലോ വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവഗാഡ്രോസ് ലോ ആണ്, അവഗാഡ്രോ നിയമം. വോളിയവും അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവഗാഡ്രോ നിയമം. നമ്മുടെ കയ്യിൽ 2 ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. വേക്കൻറ്റ് ബോട്ടിൽസ്, ഒന്നുമില്ല ബോട്ടിൽസിൻ്റെ ഉള്ളിൽ. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും. 2 ബോട്ടിൽസ് നമ്മൾ അടച്ചു വെച്ചു, 2 കുപ്പികളും നമ്മൾ അടച്ചു വെച്ചു. ഏത് കുപ്പിക്കകത്തായിരിക്കും കൂടുതൽ മോളിക്യൂൾസ്? ഈ 2 ബോട്ടിൽസും വെച്ചിരിക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെന്ന് വിചാരിക്കണം. ടെമ്പറേച്ചറും പ്രഷറും ഒരുപോലെ ആയതുകൊണ്ട് വോളിയം കൂടിയ ബോട്ടിലായിരിക്കും കൂടുതൽ എയർ മോളിക്യൂൾസ്, അല്ലേ? ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി അവഗാഡ്രോസ് ലോ. ഇനി അവഗാഡ്രോസ് ലോയുടെ ഡെഫിനിഷൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അഥവാ നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. അതായത് വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും, വോളിയം കുറവാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസും കുറഞ്ഞായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ടെമ്പറേച്ചറും പ്രഷറും ഒരുപോലെ ആയിരിക്കണം ഈ 2 കേസസിലും. അതുകൊണ്ടാണ് ഇഫ് T ആൻഡ് P ആർ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കോൺസ്റ്റൻറ്റ്, V1 by N1 ഈസ് ഈക്വൽ ടു V2 by N2. ഇവിടെ V എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയം, അതുപോലെ N എന്നത് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത്രയും സിമ്പിളാണ് അവഗാഡ്രോസ് ലോ. അങ്ങനെ നമ്മൾ 3 ഗേഷ്യസ് ലോസും പഠിച്ചു കഴിഞ്ഞു. ഈ 3 വാതക നിയമങ്ങളുടെയും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കാം. ബോയിൽസ് ലോ. ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് വോളിയം. പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ബോയിൽസ് ലോ. ഇനി പ്രഷർ ആൻഡ് വോളിയം ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ ഇങ്ങനെയാണ് സിംബോളിക്കലി പറയാറ്. അതായത് വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും.
അതുകൊണ്ടാണ് പി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം, ബോയിൽസ് ലോ. അതുപോലെ ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയും. ദാറ്റ് ഈസ് V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി അവഗാഡ്രോ ലോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ V/N ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് ഈ അറ്റോമിക് മാസ് എന്താണ് എന്നൊന്ന് നോക്കാം. ആക്ച്വലി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. പക്ഷെ നമ്മൾ ഈ വാല്യൂ പൊതുവെ എവിടെയും യൂസ് ചെയ്ത് കാണാറില്ലല്ലോ. നമ്മൾ പറയാറ് ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയ്റ്റ് 1, ഹീലിയത്തിൻ്റെത് 4 എന്നൊക്കെ പറയും. ആക്ച്വലി ഇതെന്താണ്? ഇതാണ് ആക്ച്വലി റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും മാസ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കലി ഗ്രാമിലോ കിലോഗ്രാമിലോ ഒന്നും ആയിരിക്കില്ല. അതിന് നമ്മളെടുക്കുന്ന റെഫറൻസ് കാർബൺ 12 എന്ന് പറയുന്ന എലമെൻറ്റാണ്. കാർബൺ 12 ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് വെയ്റ്റ് എത്രയാണോ ആ വെയ്റ്റിൻ്റെ 1/12 എടുക്കും. അതാണ് ഒരു ഡാൽട്ടൺ. ഡാൽട്ടൺ എന്നുള്ള വേർഡ് നമ്മളിപ്പോൾ ഈ 10th സ്റ്റാൻഡേർഡിൽ യൂസ് ചെയ്യുന്നില്ല, എങ്കിലും അങ്ങനെ പറയാം. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് 1/12 വെയ്റ്റ് ഓഫ് 1 കാർബൺ 12 ആറ്റമാണ്. അതായത് 1/12 ദ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഈസ് ടേക്കൺ ആസ് 1 AMU, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു ആറ്റത്തിൻ്റെ വെയ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു യൂണിറ്റിലായിരിക്കും ഓരോ എലമെൻറ്റിൻ്റെയും. അതിന് നമ്മൾ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് 4 ആണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ഹീലിയം He എന്ന് പറഞ്ഞത് ഹീലിയത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണല്ലോ. ഹീലിയം ഈസ് 4 times ഹെവിയർ ദാൻ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. അങ്ങനെയാണ് മീനിങ് വരുന്നത്. അല്ലാതെ ഡയറക്റ്റ്ലി അതിൻ്റെ വെയ്റ്റ് ഗ്രാമിലോ കിലോഗ്രാമിലോ എടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. ഓരോ എലമെൻറ്റിൻ്റെയും വെയ്റ്റ് കാർബൺ 12 ആറ്റത്തിൻ്റെ വെയ്റ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 1/12 അതായത് കാർബൺ 12 ആറ്റത്തിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്, അതാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. ഇനി നമുക്ക് അവഗാഡ്രോ നമ്പർ എന്താണെന്ന് നോക്കാം. അവഗാഡ്രോ നമ്പറിന് നമ്മൾ NA എന്നാണ് സിമ്പിൾ യൂസ് ചെയ്യാറ്. 6.022 ഇൻറ്റു 10⁻23 ഈ ഒരു നമ്പറിന് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ. ഇത് നമ്മൾ ആറ്റത്തിൻ്റെ എണ്ണവും മോളിക്യൂളിൻ്റെ എണ്ണം അങ്ങനെ മൈന്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഒരു മെത്തേഡാണിത്. അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന നമ്പർ. ഇറ്റ് ഈസ് എ മീൻസ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഇനി ഇതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റ്. അതായത് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെ എണ്ണം ഒന്നും കറക്റ്റായിട്ട് എണ്ണിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ഒരു കൗണ്ട് യൂസ് ചെയ്യണമല്ലോ. നമുക്ക് മാത്തമാറ്റിക്കലി ഇതിനെയെല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റ്. അതായത് 1 മോൾ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. 1 മോൾ ഓഫ് മോളിക്യൂൾസ് മീൻസ് അവഗാഡ്രോ നമ്പർ ദാറ്റ് മച്ച് മോളിക്യൂൾസ്. അതാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മോൾ ഈസ് ദ യൂണിറ്റ് ടു ഡിനോട്ട് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പോർഷനെയാണ് നമ്മൾ 1 മോൾ എന്ന് ഉദ്ദേശിക്കാറ്. അതായത് 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ അത്രയും ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. അവഗാഡ്രോ നമ്പർ അതിനാണ് NA എന്നുള്ള നൊട്ടേഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 6.022 ഇൻറ്റു 10⁻23. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ മീൻസ് NA number of hydrogen molecules. NA means 6.022 into 10⁻23. ഇനി 1 മോൾ ഹൈഡ്രജൻ ആറ്റം 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ്? നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ H2 എന്ന് എഴുതാറുണ്ട് അല്ലേ. അതായത് 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നതാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ.
അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ Na ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ Na ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്. ആൻഡ് ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ദാറ്റ് മീൻസ് 2 ടൈംസ് Na ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടായിരിക്കും 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ. മനസ്സിലായോ? 1 മോൾ ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഈ രീതിയിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ് മോൾ എന്നുള്ളത്. അപ്പോൾ 1 മോൾ ഈസ് സെയിം ആസ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് എന്താണ് ഗ്രാം അറ്റോമിക് മാസ്, GAM എന്ന് ഷോർട്ടായിട്ട് പറയും. GAM എന്ന് പറഞ്ഞാൽ ഗ്രാം അറ്റോമിക് മാസ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് 12 ആണെന്ന് നമുക്കറിയാം. അതുപോലെ ഓക്സിജൻ എന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ്, ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പറയുന്നത് 16 എന്നാണ് അല്ലേ. അതുപോലെ നൈട്രജൻ എടുത്താൽ അത് 14 ആണ്. ഇനി ഞാൻ പറയാണ് 12 ഗ്രാം കാർബൺ എടുത്തു. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12. അപ്പോൾ ഞാൻ പറയാണ് 12 ഗ്രാം കാർബൺ ഞാൻ എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്. 12 ഗ്രാം കാർബണിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് കാർബൺ ഉണ്ടായിരിക്കും. ഇതിനാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത്. അതായത് 12 ഗ്രാം കാർബൺ എന്ന് പറയുന്നതാണ് 1 ഗ്രാം അറ്റോമിക് മാസ്. അതായത് 1 മോൾ ആറ്റംസ് ഓഫ് കാർബൺ എടുത്താൽ അതിൻ്റെ യൂണിറ്റ് അതിനെ പറയുന്നതാണ് 1 ഗ്രാം അറ്റോമിക് മാസ്. 1 മോൾ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അത് 1 ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ കാർബണിൻ്റെ കേസിൽ അത് 12 ഗ്രാം ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണല്ലേ. അപ്പോൾ ഞാൻ 16 ഗ്രാം ഓക്സിജൻ ആറ്റം, മോളിക്യൂളല്ല, 16 ഗ്രാം ഓക്സിജൻ ആറ്റം എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കും. ആറ്റംസ് ആണ് ഇവിടെ പറയുന്നത്, മോളിക്യൂൾസ് അല്ല. അതായത് അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഓഫ് ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയും. അത് 16 ഗ്രാം ആണ്. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പോൾ 14 ഗ്രാം നൈട്രജൻ എടുത്താൽ അതാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ. അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് നൈട്രജൻ ഉണ്ടായിരിക്കും. ഇതാണ് ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് the mass of an element in grams equal to its atomic mass is called 1 gram atomic mass of the element. It is also known as 1 gram atom. It contains 6.022 × 10⁻23 atoms. അപ്പോൾ ഇത്രയും ആറ്റംസ് ഒരു എലമെൻറ്റിൻ്റെത് എടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ആറ്റം അല്ലേ. അതായത് 1 മോൾ ഓഫ് ആറ്റംസ് എടുക്കുമ്പോൾ അതിന് പറയുന്നതാണ് 1 ഗ്രാം അറ്റോമിക് മാസ്. അത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? ഓരോ എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുക്കുക. ഇപ്പോൾ കാർബൺ അതിൻ്റെ മാസ് 12 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ 12 ഗ്രാം കാർബൺ എടുക്കുക. നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പോൾ 14 ഗ്രാം നൈട്രജൻ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 ഗ്രാം അറ്റോമിക് മാസ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഗ്രാം മോളിക്കുലാർ മാസ്, GMM എന്ന് പറയും. ഗ്രാം മോളിക്കുലാർ മാസ്. ഇത് മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഗ്രാം അറ്റോമിക് മാസ് ആയിരുന്നു, അത് ആറ്റംസ് ആയിരുന്നു അവിടെ. ഇവിടെ മോളിക്യൂൾസ് എടുക്കുക. ഇപ്പോൾ ഞാനൊരു വാട്ടർ മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, H2O. ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എത്രയാണ്? ഹൈഡ്രജൻ 2 എണ്ണം, അപ്പോൾ 2 പ്ലസ് ഓക്സിജൻ ഒരെണ്ണം 16. അതായത് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 ഗ്രാം വാട്ടർ എടുത്തു, 18 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 1 ഗ്രാം മോളിക്കുലാർ മാസ്. 1 gram molecular mass of water or 1 gram molecular mass of H2O means 18 gram H2O. And ഇതിന് മുൻപ് പറഞ്ഞതുപോലെ തന്നെ 1 GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് ഈ 18 ഗ്രാം H2Oയിൽ 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഇതാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്നുള്ള കൺസെപ്റ്റ്.
ഇനി നമുക്ക് വേറൊരു മോളിക്യൂളിൻ്റെ കാര്യം എടുക്കാം. NH3 അമോണിയ NH3 എന്നെടുത്തു. അതിൽ നൈട്രജൻ 14 പ്ലസ് 3 ഹൈഡ്രജൻ. അപ്പോൾ മാസ് എത്ര വന്നു? 17. സോ 17 ആണ് അമോണിയയുടെ മോളിക്കുലർ മാസ്. എന്ന് പറഞ്ഞാൽ 17 ഗ്രാം അമോണിയ എടുത്താൽ 17 gram ammonia is same as 1 gram molecular mass of ammonia and it contains Avogadro number of molecules of ammonia. അതാണ് ഇതിൻ്റെ മീനിങ്. So by definition the mass in grams equal to the molecular mass of the substance is called gram molecular mass GMM of that substance. It contains 6.022 into 10 raised to 23 molecules. ഇതാണ് ഡെഫിനിഷൻ. ഇനി നമുക്ക് എന്താണ് മോളാർ വോളിയം എന്ന് നോക്കാം. മോളാർ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആണ്. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് അവഗാഡ്രോ ലോ ഒന്നും കൂടി ഓർത്ത് നോക്കാം. അവഗാഡ്രോ ലോയിൽ നമ്മൾ പഠിച്ചായിരുന്നു അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമ്പോൾ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയം കൂടുമ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും, വോളിയം കുറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ മോളാർ വോളിയം പറയുന്നത്. ആദ്യം നമുക്ക് മോളാർ വോളിയം മനസ്സിലാവണമെങ്കിൽ എന്താണ് STP എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ അവഗാഡ്രോ ലോയിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിൻ, അതാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. അതുപോലെ 1 അറ്റ്മോസ്ഫറിക് പ്രഷറാണ് സ്റ്റാൻഡേർഡ് പ്രഷറായിട്ട് സയൻറ്റിസ്റ്റ് വെച്ചിരിക്കുന്നത്. അതായത് 273 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറും ആണെങ്കിൽ അത് STP ആണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി STPയിലിരിക്കുന്ന ഒരു ഗ്യാസ് 1 മോൾ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് അറ്റ് STP വിൽ ഓക്യുപ്പൈ 22.4 ലിറ്റേഴ്സ്. അതാണ് റിലേഷൻ. 1 മോൾ ഓഫ് ഗ്യാസ് അറ്റ് STP എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒരു ഗ്യാസിൻ്റെത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് 22.4 ലിറ്റേഴ്സ് ആയിരിക്കും വോളിയം അഥവാ വ്യാപ്തം. ഇതിനാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. C+O2 gives CO2 അല്ലേ? ഇവിടെ ഒരു കാർബൺ ആറ്റം എത്ര ഓക്സിജൻ ആറ്റങ്ങളുമായിട്ടാണ് സംയോജിക്കുന്നത്? ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലേ? ഒരു ഓക്സിജൻ മോളിക്യൂളാണത്, പക്ഷേ അത് 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അതുകൊണ്ട് ആൻസർ 2 എന്ന് എഴുതാം. ഇനി ചോദിക്കുകയാണ് 1000 കാർബൺ ആറ്റങ്ങൾ എത്ര ഓക്സിജൻ ആറ്റങ്ങളുമായി സംയോജിക്കുന്നു? ഇവിടെ ഒരു കാർബൺ ആണെങ്കിൽ 2 ഓക്സിജൻ, അപ്പോൾ 1000 കാർബൺ ആണെങ്കിൽ 2000 ഓക്സിജൻ. സോ ആൻസർ ഈസ് 2000. ഇനി പറയാണ് 12 ഗ്രാം കാർബൺ അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചായിരുന്നു 12 എന്ന് പറയുന്നത് കാർബണിൻ്റെ അറ്റോമിക് മാസ് ആണ്. അപ്പോൾ 12 ഗ്രാം കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓഫ് കാർബൺ ആണ്. അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതുപോലെ ഓക്സിജൻ്റെത് 16 ഗ്രാം ആണ്. 16 ഗ്രാം എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്സിജൻ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ടായിരിക്കും. ഇനി ചോദിക്കുകയാണ് 12 ഗ്രാം കാർബണിൽ എത്ര ആറ്റങ്ങളുണ്ട്? 12 ഗ്രാം കാർബൺ എന്ന് പറയുമ്പോൾ 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 മോൾ 6.022 into 10 raised to 23. ഇനി ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റങ്ങളുമായിട്ടാണ് സംയോജിക്കുന്നത്. അതുകൊണ്ട് 6.022 into 10 raised to 23 കാർബൺ ആറ്റങ്ങൾക്ക് സംയോജിക്കാൻ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ വേണം? അതായത് ഒരു മോൾ കാർബൺ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ 1 മോൾ കാർബണിന് 2 മോൾ ഓക്സിജൻ ആറ്റംസ് വേണം. ഒരു മോൾ കാർബൺ ആറ്റത്തിന് 2 മോൾ ഓക്സിജൻ ആറ്റംസ് വേണം. 2 മോൾ എന്ന് പറയുമ്പോൾ 2 into അവഗാഡ്രോ നമ്പർ. 2 into അവഗാഡ്രോ നമ്പർ അത്രയും ഓക്സിജൻ ആറ്റംസ് നമുക്ക് വേണം. ഇത്രയും ആറ്റങ്ങളുടെ മാസ് എത്രയായിരിക്കും? അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 1 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്.
ഒരു മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 16 ഗ്രാം. അപ്പോൾ 2 മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 16 32 ഗ്രാം. ഇനി പേജ് നമ്പർ 40 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 GAM സോഡിയം 1 ഗ്രാം അറ്റോമിക് മാസ് സോഡിയം എന്നാൽ 23 ഗ്രാം സോഡിയമാണ്. 23 എന്നതാണ് സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 23 ഗ്രാം സോഡിയം എന്ന് പറഞ്ഞാൽ 1 GAM സോഡിയമാണ്. അതിൽ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു എങ്കിൽ 46 ഗ്രാം സോഡിയം എത്ര GAM ആയിരിക്കും? 23 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 GAM. 46 എന്ന് പറയുന്നത് 23യുടെ ഡബിളാണ്, അതുകൊണ്ട് ഇത് 2 GAM ആയിരിക്കും. കണ്ടോ, 46/23 2 GAM എന്ന് കിട്ടും. അതുപോലെ 69 ഗ്രാം സോഡിയം, എൻ്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുകയാണ് 69 ഗ്രാം സോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69നെ നമ്മൾ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. 3 GAM ആണ് 69 ഗ്രാം സോഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്. ഇനി പേജ് 41 ചില ക്വസ്റ്റ്യൻസ് നോക്കാം. 42 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര GAM ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. 42 ഗ്രാം നൈട്രജൻ. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14. അപ്പോൾ 42നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 3 GAM ആണ് 42 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. അതുപോലെ 80 ഗ്രാം ഓക്സിജൻ 80 ഗ്രാം ഓക്സിജൻ എന്ന് പറയുമ്പം 80നെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 GAM ആണ് 80 ഗ്രാം ഓക്സിജൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി പേജ് നമ്പർ 42 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എത്ര? ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ടല്ലേ. മോളിക്യൂൾ എന്ന് പറയുമ്പോൾ O2 എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് ഒരു ഓക്സിജൻ മോളിക്യൂളിൽ. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 16 + 16, അതായത് 32. 16 എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് ആണ് 16. 16 രണ്ടെണ്ണം അല്ലേ, രണ്ടെണ്ണം വന്നപ്പോൾ 16 + 16 32. അപ്പോൾ 32 ഗ്രാം ഓക്സിജനിൽ എത്ര GMM ഗ്രാം മോളിക്കുലാർ മാസ് എത്ര GMM ആണ്? 32 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 32 ഗ്രാം എന്ന് പറയുന്നത് ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസാണ്. അപ്പോൾ അതിനകത്ത് 1 GMM ആണുള്ളത്. ഇതിൽ എത്ര തന്മാത്രകളുണ്ട്? തന്മാത്രകൾ അതായത് മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. കാരണം 1 GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പം Na മോളിക്യൂൾസ് ഉണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് 28 ഗ്രാം നൈട്രജനിൽ എത്ര GMM ആണ്? നൈട്രജൻ GMM എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൈട്രജനും ഇതുപോലെ തന്നെ N2 എന്നാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോളിക്യൂൾ നൈട്രജനിൽ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട്. 2 നൈട്രജൻ ആറ്റംസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ 14 + 14 28 ഗ്രാം നൈട്രജൻ എന്ന് പറയുമ്പോൾ 1 GMM ആണ്. അതാണ് 1 എന്ന് പറഞ്ഞത്. ഇതിൽ എത്ര നൈട്രജൻ തന്മാത്രകൾ മോളിക്യൂൾസ് ഉണ്ട്? അത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്, Na. ഇനി 18 ഗ്രാം വാട്ടർ 18 ഗ്രാം ജലം എത്ര GMM ആണ്? H2O അല്ലേ, H2O നമുക്കറിയാം അതിൻ്റെ മോളിക്കുലാർ മാസ് വരുന്നത് 18 ആണ്. അപ്പോൾ 18 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 GMM. അതിൽ എത്ര H2O മോളിക്യൂൾസ് ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ 1 GMM എന്ന് ഉദ്ദേശിച്ചാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ് അർത്ഥം. ഇനി ചോദിച്ചിരിക്കുന്നത് 64 ഗ്രാം ഓക്സിജൻ എത്ര GMM ആയിരിക്കും? 64. അപ്പോൾ 1 GMM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ് അല്ലേ, നമ്മൾ ആദ്യം നോക്കിയായിരുന്നു. 32 ആണ് 1 GMM ഓഫ് ഓക്സിജൻ. അപ്പോൾ 64നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 2 എന്ന് കിട്ടും. അപ്പോൾ 2 GMM ആണ് 64 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നതിൽ അർത്ഥം. അതിനകത്ത് 2 അവഗാഡ്രോ നമ്പേഴ്സ്, അതായത് 2 മോളിക്യൂൾസ് ഉണ്ട്. 2 × 6.022 × 10⁻23 അത്രയും മോളിക്യൂൾസ് ഉണ്ട് 2 GMM ഓക്സിജൻ എന്ന് പറയുമ്പോൾ, അതായത് 64 ഗ്രാം ഓക്സിജൻ. ഇനി പേജ് നമ്പർ 43 ക്വസ്റ്റ്യൻസ് നോക്കാം. 360 ഗ്രാം ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് 180 ആണ്. അതിൽ എത്ര തന്മാത്രകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം.
360 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? അപ്പോൾ 180 ഗ്രാം ആണെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. കാരണം 180 ആണ് മോളിക്കുലർ മാസ്. 180യുടെ എത്ര മടങ്ങാണ് 360 എന്ന് നോക്കണം. 180 × 2 ആണ് 360. സോ 360 ഗ്രാം ഗ്ലൂക്കോസ് മീൻസ് 2 ടൈംസ് NA, 2 ടൈംസ് അവഗാഡ്രോ നമ്പർ, അത്രയും മോളിക്യൂൾസ് ഉണ്ടായിരിക്കും 360 ഗ്രാം ഗ്ലൂക്കോസിനകത്ത്. ഇനി 90 ഗ്രാം വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്. അപ്പോൾ 18നെ കൊണ്ട് 90യെ ഡിവൈഡ് ചെയ്യണം. 90 ഡിവൈഡഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 5. അത്രയും മോൾസ് ഓഫ് മോളിക്യൂൾസ് ആണ് 90 ഗ്രാമിൽ. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. സോ 5 ടൈംസ് NA, ഇത്രയും മോളിക്യൂൾസ് ഉണ്ട് ഇവിടെ 90 ഗ്രാം വാട്ടറിൽ. ഇനി ഇവിടെ അവസാനമായിട്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെല്ലാം ആറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഈ സൈഡിൽ മോളിക്യൂൾസ്. ഈ സൈഡിലെല്ലാം ആറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 നൈട്രജൻ ആറ്റംസ് ഉണ്ട് ഒരു മോളിക്യൂളിൽ അല്ലേ? അതുകൊണ്ട് 2GAM നൈട്രജൻ ആറ്റംസ് ആണ് അവർ ഉദ്ദേശിച്ചത്. 2GAM എന്ന് പറയുമ്പോൾ തന്നെ അത് ആറ്റോമിക് എന്നാണ്, GAM. അതേസമയം 1GMM നൈട്രജൻ മോളിക്കുലാർ മാസ്, 1 ഗ്രാം മോളിക്കുലാർ മാസ്. ഇത് 2 ഗ്രാം അറ്റോമിക് മാസ്. കണ്ടോ, ആറ്റം എന്നുള്ള വാക്ക് വന്നതുകൊണ്ട് GAM. ഇത് മോളിക്യൂളിൻ്റെ ടേമിൽ വന്നതുകൊണ്ട് GMM. അപ്പോൾ 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2GAM 1GMM. അതുപോലെ ഈ 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ അതിൽ 2 മോൾ നൈട്രജൻ ആറ്റംസ് ഉണ്ട്. 2 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. 2 × അവഗാഡ്രോ നമ്പർ, അത്രയും ആറ്റംസ് ഉണ്ട് 28 ഗ്രാം നൈട്രജൻ മോളിക്യൂളിൽ. അതേസമയം അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ 2 × ഇല്ല, ഇവിടെയായിരുന്നു 2 × കാരണം ഇത് ആറ്റംസിൻ്റെ എണ്ണമാണ്, ഇത് മോളിക്യൂൾസിൻ്റെ എണ്ണം. ഒരു മോളിക്യൂളിനകത്ത് 2 നൈട്രജൻ ആറ്റം. ദാറ്റ് മീൻസ് 28 ഗ്രാം നൈട്രജൻ മോളിക്യൂളിനകത്ത് 2 ടൈംസ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഇവിടെ 1 മോൾ മോളിക്യൂൾസ്, 6.022 × 10⁻23 അത്രയും തന്മാത്രകൾ. ഇനി ഇത് തന്നെ പറയുന്നുണ്ടോ, 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 മോൾ നൈട്രജൻ ആറ്റംസ് ആണ്. 2 മോൾ നൈട്രജൻ ആറ്റം അതുതന്നെയാണ് 1 മോൾ നൈട്രജൻ മോളിക്യൂൾ, തന്മാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മോളാർ വോളിയം എന്നുള്ള കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 44 വന്നിരിക്കുന്ന പ്രോബ്ലമാണിത്. STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിൽ 22.4 ലിറ്റർ വാതകം ഗ്യാസ് എന്ന് പറയുന്നത് 1 മോളാണ് അല്ലേ, നമ്മളത് പഠിച്ചായിരുന്നു. അപ്പോൾ STPയിൽ 44.8 എന്ന് പറയുന്നത് 22.4ൻ്റെ ഡബിളാണ് അല്ലേ. അത്രയും ലിറ്റർ വാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മോളായിരിക്കും. കാരണം 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പോൾ 44.8 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോൾസ്. 44.8നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അങ്ങനെയാണ് 2 മോളിന് ആൻസർ വന്നത്. ഇനി STPയിൽ 224 ലിറ്റർ ഗ്യാസ്, 224 ലിറ്റർ വാതകം എന്ന് പറയുമ്പോൾ 22.4 × 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 224 എന്ന് കിട്ടുന്നത് അല്ലേ. ഈ ഡെസിമൽ പോയിൻറ്റിന് ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറുന്നു, അങ്ങനെയാണ് 224 എന്ന് വന്നത്. അപ്പോൾ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ദാറ്റ് മീൻസ് 1 മോളിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും, 10 മോൾസ് എന്ന് വരും. അതായത് 224 ഡിവൈഡഡ് ബൈ 22.4 ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണ് ഇവിടെ 10 എന്ന് കിട്ടുന്നത്. ഇനി റീഡിങ്ങിനായിട്ട് തന്നതിൽ അവസാനത്തെ പോർഷനാണിത്, പേജ് നമ്പർ 45. ഈ ഒരു കാര്യത്തോടെ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. 1 മോൾ മീൻസ് എണ്ണം പറയുകയാണെങ്കിൽ അത് അവഗാഡ്രോ നമ്പറാണ്, 6.022 × 10⁻23. 1 മോൾ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1 GAM. ആറ്റംസ് ആണെങ്കിൽ GAM, 1 മോൾ മോളിക്യൂൾസ് ആണെങ്കിൽ GMM. ഇനി 1 മോൾ STPയിൽ നിൽക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള 1 മോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. ഇത്രയും സിമ്പിളായിട്ട് ഈ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതോടെ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ എക്സർസൈസായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും
കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കി ഇതേ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സബ്സ്ക്രൈബിങ്.